യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 35. ഐശ്വര്യപൂർണമായ ഭാവി. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. ലെബനോൻ്റെ മഹത്വവും കാർമേലിൻ്റെയും ഷാരോൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും. അവ കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടി പുറപ്പെടും. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും. ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. കുറുനരികളുടെ പാർപ്പിടം ചതുപ്പ് നിലമാകും. പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലും ആയി പരിണമിക്കും. അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും. വിശുദ്ധ വീതി എന്ന് അത് വിളിക്കപ്പെടും. അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല. ഭോഷർക്ക് പോലും അവിടെ വഴി തെറ്റുകയില്ല. അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല. ഒരു ഹിംസ്ര ജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല. അവയെ അവിടെ കാണുകയില്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും. പ്രിയ ദൈവജനമേ, ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ കഠിനമായ വേദനയിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് പ്രത്യാശയുടെ പൊൻകിരണം നൽകുന്ന അധ്യായമാണ് യേശയ്യാ പ്രവാചകൻ്റെ 35-ാം അധ്യായം. അസീറിയൻ ഭീഷണിയിലും രാഷ്ട്രീയ അസ്ഥിരതയിലും ഉഴലുന്ന ജനത്തോട് ദൈവം നൽകുന്ന രക്ഷയുടെ വാഗ്ദാനമാണ് ഇതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം. മരുഭൂമിയിലും വരണ്ട നിലവും ആനന്ദിക്കുമെന്നും നിർജ്ജന പ്രദേശം ലില്ലിപ്പൂ പോലെ വിരിയും എന്നുമുള്ള വചനം തകർന്നുപോയ ഒരു ജനതയുടെ പുനരുദ്ധാരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അക്കാലത്തെ പ്രവാസികൾക്ക് ഇത് വെറുമൊരു കവിതയല്ല, മറിച്ച് തങ്ങളുടെ മാതൃഭൂമിയിലേക്കുള്ള മടക്കയാത്രയുടെ ഉറപ്പുള്ള പ്രഖ്യാപനമായിരുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ വഴി പ്രകൃതി പോലും പുതുജീവൻ പ്രാപിക്കുമെന്ന് പ്രവാചകൻ ഇവിടെ വ്യക്തമാക്കുന്നു. സകല പ്രതിസന്ധികൾക്കും നടുവിൽ ദൈവം തൻ്റെ ജനത്തെ മറന്നിട്ടില്ലെന്ന് ഈ വരികൾ അടിവരയിട്ട് പറയുന്നു. കർത്താവിൻ്റെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും അവർ കാണുമെന്ന പ്രവചനം ചരിത്രപരമായ വലിയൊരു വിടുതലിൻ്റെ മുന്നോടിയാണ്. ഈ 35-ാം അധ്യായത്തിലെ പ്രധാന സന്ദേശം ദൈവത്തിൻ്റെ വിമോചനവും അവിടുന്ന് ഒരുക്കുന്ന വിശുദ്ധമായ വഴിയുമാണ്. വരാനിരിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള അതിമനോഹരമായ ഈ ദർശനം ക്രിസ്തുവിലൂടെ പൂർത്തിയാകാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു ലഘു ചിത്രം മാത്രമാണ്. സെർഹർ ബീബിൻ്റെ ആക്രമണകാലത്ത് ഭയപ്പെട്ടു നീങ്ങുന്ന ഹെസക്കിയ രാജാവിനും ജനത്തിനും ഈ വചനങ്ങൾ വലിയ ധൈര്യമാണ് നൽകിയത്. ഭീതിയോടെ കഴിയുന്നവരോട് ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ എന്ന് വിളിച്ചു പറയാൻ
യേശയ്യാ പ്രവാചകൻ കാണിച്ച ആത്മവിശ്വാസം ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുള്ളതാണ്. അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും ലഭിക്കുമെന്ന പ്രവചനം ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തെ പ്രഘോഷിക്കുന്നു. ക്ലേശങ്ങളുടെ മരുഭൂമിയിൽ നദി ഒഴുകുന്നത് പോലെ ദൈവം അസാധ്യമായ കാര്യങ്ങൾ തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കും. പിതാവായ ദൈവത്തിൻ്റെ നീതി നടപ്പിലാകുന്ന ഒരു കാലത്തെക്കുറിച്ച് ഈ പ്രവചനം വളരെ ആധികാരികമായി സംസാരിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ വ്യക്തിത്വം പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ വാക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം കാട്ടിയ അചഞ്ചലമായ ധൈര്യം നമുക്ക് കാണുവാൻ സാധിക്കും. ജനത്തിൻ്റെ വിലാപങ്ങൾക്കിടയിൽ പ്രത്യാശയുടെ പ്രവാചകനായി നിലകൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചത് ദൈവവുമായുള്ള ആഴമായ ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ്. വരാനിരിക്കുന്ന വിനാശത്തെക്കുറിച്ച് മാത്രമല്ല, ദൈവം നൽകുന്ന സൗഖ്യത്തെയും സന്തോഷത്തെയും കുറിച്ചാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം വാചാലനാകുന്നത്. ഇസ്രായേൽ ജനത നേരിടുന്ന ഭൗതികമായ തകർച്ചയേക്കാൾ ഉപരിയായി അവരുടെ ആത്മീയമായ ഉണർവിനെയാണ് പ്രവാചകൻ ലക്ഷ്യം വയ്ക്കുന്നത്. തളർന്ന കൈകളെ ബലപ്പെടുത്താനും ഇടറുന്ന മുട്ടുകളെ ഉറപ്പിക്കാനും അദ്ദേഹം നൽകുന്ന ആഹ്വാനം ഇന്നും നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ്. യേശയ്യായുടെ വാക്കുകളിൽ പ്രകടമാകുന്നത് കേവലം വെറും വാക്കുകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അടിയുറച്ച വലിയ ആത്മവിശ്വാസമാണ്. തൻ്റെ ജനത്തിൻ്റെ കണ്ണീരൊപ്പുന്ന ദൈവത്തിൻ്റെ കരുണാമയമായ മുഖമാണ് പ്രവാചകൻ ഇവിടെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. നമ്മളുടെ ഇന്നത്തെ കാലത്തെ നിങ്ങളും ഞാനും അടങ്ങുന്ന വിശ്വാസികൾക്ക് ഈ അധ്യായം നൽകുന്ന പാഠം ഏത് ജീവിത സാഹചര്യത്തിലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ ജീവിതം ഒരു മരുഭൂമി പോലെ വന്ധ്യമായി തോന്നുമ്പോഴും അതിനെ ഉദ്യാനമാക്കാൻ, പൂന്തോട്ടമാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുന്നു. നീതികേടിനും പാപത്തിനുമെതിരെയുള്ള ദൈവത്തിൻ്റെ വിധി സുനിശ്ചിതമാണെങ്കിലും പശ്ചാത്തപിക്കുന്നവരോട് ദൈവം കാണിക്കുന്ന കരുണ അതിരറ്റതാണ്. ലോകത്തിലെ ഇന്നത്തെ അശാന്തിക്കും രോഗങ്ങൾക്കും മധ്യേ വിശുദ്ധിയുടെ വഴി തിരഞ്ഞെടുക്കാൻ ഈ വചനങ്ങൾ നമ്മെ പ്രേരിപ്പിക്കട്ടെ. കർത്താവിനാൽ വിമോചിതരായവർ സിയോനിലേക്ക് സന്തോഷത്തോടെ മടങ്ങി വരുമെന്ന വാഗ്ദാനം നമ്മുടെ ആത്മീയ യാത്രയുടെ അന്ത്യലക്ഷ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങുന്ന നമുക്ക് ഈ വചനങ്ങൾ വലിയ ആത്മീയ ഉണർവാണ് പകർന്നു നൽകുന്നത്. നമ്മുടെ ഹൃദയങ്ങളിലെ അന്ധത നീക്കി ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിയാൻ ഈ വചനഭാഗം നമ്മെ സഹായിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, യേശയ്യാ പ്രവാചകൻ്റെ ഈ അധ്യായത്തിലുള്ള പ്രവചനം നമ്മെ എത്തിക്കുന്നത് ക്രിസ്തുവിലൂടെയുള്ള പരിപൂർണമായ രക്ഷയിലേക്കും അവിടുത്തെ മഹത്വപൂർണമായ രണ്ടാം വരവിലേക്കുമാണ്. കർത്താവ് വരുമ്പോൾ സകല ദുഃഖങ്ങളും നിശ്വാസങ്ങളും നീങ്ങിപ്പോകുമെന്നും നിത്യമായ സന്തോഷം നമ്മെ ആവരണം ചെയ്യുമെന്നും പ്രവാചകൻ ഉറപ്പ് നൽകുന്നു. അതൊരു ഗ്യാരണ്ടിയാണ്. പാപത്തിൻ്റെ വിധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ദൈവം നേരിട്ട് വരുന്നു എന്ന സത്യം നമ്മുടെ വിശ്വാസത്തെ ദൃഢമാക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ ഓരോ പ്രഭാതത്തിലും പുതിയതാണെന്നും അവിടുന്ന് നമുക്കായി ഒരു വിശുദ്ധ പാത ഒരുക്കിയിട്ടുണ്ടെന്നും നാം ഓരോരുത്തരും തിരിച്ചറിയണം. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ രണ്ടാം വരവിനായി ജാഗ്രതയോടെ കാത്തിരിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും ഈ വചനഭാഗങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കുന്നു. നിരാശയുടെ നിഴലുകൾ നീക്കി പ്രത്യാശയുടെ പ്രകാശത്തിലേക്ക് നടക്കാൻ നമുക്ക് ഈ വചനങ്ങളെ മുറുകെ പിടിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്വസ്തയോടെ പറ്റി നിൽക്കുന്ന, ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഏവർക്കും ഈ വാഗ്ദാനങ്ങൾ ഇന്നും ജീവനുള്ളവയായി നിലനിൽക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.